CAA ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ തന്നെ സംസ്ഥാനത്ത് അത് ഭരണപക്ഷവും പ്രതിപക്ഷവും അതിനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ അതിന് കൃത്യമായി ഉപയോഗിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അടിവരയിട്ട് പറയുന്നു അത് നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉടൻ തന്നെ വന്നു. അതിനെ പ്രതിപക്ഷം നേരിട്ടത് ഇതുവരെയുള്ള CAA വിരുദ്ധ സമര കേസുകൾ, പ്രതിഷേധ കേസുകൾ, പിൻവലിക്കാത്ത കേസുകളുടെ എണ്ണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അതിനെ നേരിട്ടത്. അപ്പോൾ ഇന്നലെ കാര്യത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 839 കേസുകളിൽ 630ഓളം കേസുകൾ നിലവിൽ പിൻവലിച്ചിട്ടുണ്ട്. ആകെ വിരലെണ്ണാവുന്ന 1-2 കേസുകൾ, ഒരു ആക്രമണ സ്വഭാവമുള്ള കേസുകൾ മാത്രമേ നിലവിൽ അന്വേഷണം നടക്കുന്നുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അങ്ങനെയല്ല, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണ് കാര്യങ്ങൾ. അദ്ദേഹം കള്ളമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വന്ന് പറയുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ CAA പാർലമെൻറ്റിൽ വന്ന സമയത്ത് അതിൽ കോൺഗ്രസ് MP മാരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് MP മാരോ കാര്യമായ എതിർപ്പോ വോട്ടിങ്ങോ ഒന്നും ചെയ്തില്ല. ആകെ കൂടി എതിർക്കാനുണ്ടായിരുന്നത് CPM-ൻ്റെ ഏക തരിയായ AM ആരിഫ് മാത്രമായിരുന്നു എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നത് കണ്ടു. ഇന്നിപ്പോൾ അതിനും പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി കണ്ടു. അങ്ങനെയല്ല, കോൺഗ്രസ് എന്ത് ചെയ്തു, പ്രതിപക്ഷം എന്ത് ചെയ്തു എന്നതിന് കൃത്യമായ തെളിവുകൾ അന്നത്തെ വാർത്താ മാധ്യമങ്ങൾ തന്നെ നൽകിയതാണ്. അതിലൊന്നും കൂടുതൽ സംസാരിക്കാനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കണ്ടു. അപ്പോൾ ഈ CAA വിഷയത്തിൽ ആരാണ് ചാമ്പ്യന്മാരാകുന്നത്, ആർക്കാണ് കുറെ കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാതെ നിൽക്കുന്ന വിഷയം. നമ്മളത് സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഒരു വിശദീകരണം കൊടുത്തു. സാഹിബ്, ഇത് 619 കേസുകൾ നമ്മൾ പിൻവലിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കേസുകളും അവർ അപേക്ഷ നൽകുന്ന മുറയ്ക്ക് അത് പിൻവലിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഈ CAA കേസ് കുറെ കൂടി ഇലക്ഷൻ വരെ നിർത്താമെന്ന് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്? അല്ല, ഇത് CAA കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ ടോപ്പിക്കാണ്. ഇപ്പോൾ രണ്ടാമത് CAA വാർത്തയിൽ വരുമ്പോൾ കേരളത്തിൽ നിന്നാണ് അത് വലിയ അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ ഏറ്റവും വരുന്നത്. എന്നുവെച്ചാൽ കേരളത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ അജണ്ടയായി മാറും, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് വരും എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു, അടിവരയിട്ട് പറയുന്നു. CAA കേരളത്തിൽ നടപ്പിലാക്കില്ല. അപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. ഇപ്പോൾ CAA നടപ്പിലാക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും കേരളത്തിനില്ല. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു ജുറിസ്ഡിക്ഷനിൽ വരുന്നൊരു കാര്യമല്ല അത്. പൗരത്വം നൽകലുമായി ബന്ധപ്പെട്ട, ലേറ്റർ ഓൺ പൗരത്വം നിഷേധിക്കലുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. പക്ഷെ മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതിനെതിരാണ് എന്ന സന്ദേശം, വളരെ ശക്തമായി ഞങ്ങളിതിനെതിരാണെന്ന സന്ദേശം നൽകാൻ വേണ്ടിയാണ്. ആ നിലക്ക് അത് ശരിയുമാണ്. പക്ഷേ അങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ ഇങ്ങനെ പഞ്ച് ഡയലോഗ് അടിച്ച് പോയാൽ മതിയാവില്ല. നിങ്ങൾ CAA-ക്കെതിരെയാണെങ്കിൽ CAA-ക്കെതിരായി നടന്ന സമരങ്ങളോട് നിങ്ങളുടെ ഭരണകൂടം എടുത്ത സമീപനം എന്താണ് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം വളരെ മോശപ്പെട്ട രീതിയിലാണ് 2019 ഒടുവിലും 2020 തുടക്കത്തിലായിട്ടാണ് CAA വിരുദ്ധ സമരം കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലെ പോലീസ് അതിനെ കൈകാര്യം ചെയ്ത രീതി അങ്ങേയറ്റം മോശപ്പെട്ട രീതിയിലാണ്. ആ സമരത്തെ തകർക്കുക, ആ സമരം നടത്തുന്ന ആളുകളെ വർഗീയവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കുന്ന സ്വഭാവത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ വരെ എടുത്ത് കേസെടുത്ത അനുഭവങ്ങളുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന സംഭവമാണ് കുറ്റ്യാടിയിൽ CAA എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് BJP ഒരു പൊതുയോഗം വെക്കുകയാണ് അവിടെ കുറ്റ്യാടി അങ്ങാടിയിൽ. BJP പൊതുയോഗം വെക്കുന്ന ദിവസം വ്യാപാരികൾ ഒന്നടങ്കം കടകളടച്ച് വീട്ടിൽ പോയി. അത് അവരെടുത്തൊരു തീരുമാനമാണ്, വ്യാപാരികളെടുത്ത തീരുമാനം, ഏതെങ്കിലും സംഘടനയുടെ തീരുമാനമല്ല. വ്യാപാരികൾ ഒന്നിച്ച് കടകളടച്ച് വീട്ടിൽ പോയി. ഇവർ സമ്മേളനം മൈക്കും കസേരയായിട്ട് വരുമ്പോൾ അങ്ങാടി കാലിയാണ്. അപ്പോൾ അവർ പൊതുയോഗം നടത്തുന്നതിന് മുമ്പ് ഒരു RSS BJP കൂടി വലിയൊരു പ്രകടനം കുറ്റ്യാടി അങ്ങാടി നടത്തുകയാണ്. അങ്ങേയറ്റം പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, പ്രകോപനം എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ പൊക്കോ എന്നൊക്കെയുള്ള ആ നിലക്കുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇതിൽ ഈറപ്പീണ്ട RSSകാർ പ്രകടനം നടത്തും. പോലീസ് എന്താ ചെയ്തതെന്നറിയോ? പോലീസ് വ്യാപാരികൾക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തത്. സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. വ്യാപാരികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു. എന്തായിരുന്നു കേസ്? ഇത് വിദ്വേഷം, നാട്ടിൽ വിദ്വേഷം പ്രചരിപ്പിച്ചു, എനിമിറ്റി ഉണ്ടാക്കി, ഇതൊക്കെയാണ് കേസ്. എന്നിട്ട് അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. ഈവൻ DYFI വരെ പ്രതിഷേധിച്ചു. എന്നതിന് ശേഷമാണ്
ഈ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയ RSകാർക്കെതിരെ കേസെടുക്കുന്നത്. ഇങ്ങനെയാണ് പോലീസ് പൗരത്വ സമരത്തെ കൈകാര്യം ചെയ്തത്. ഏത് പോലീസ്? പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പോലീസ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് അപ്പം പിന്നീട് ഇത് വിഷയമായപ്പോൾ നിയമസഭയിൽ ആണ് ഇവർ കേസുകൾ പിൻവലിക്കാമെന്നൊക്കെയുള്ള ഉറപ്പ് തരുന്നത്. അതിലേറ്റവും ഒടുവിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മുഖ്യമന്ത്രി തന്നെ, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ 2023 ആഗസ്റ്റ് 8 AP അനിൽകുമാറിന് നൽകുന്ന മറുപടിയിൽ, രേഖാമൂലം നൽകുന്ന മറുപടിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി നൽകുന്ന മറുപടിയാണ്. അദ്ദേഹം പറയുന്നത് 835 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ തന്നെ ആലോചിക്കുക അതിൻ്റെ എണ്ണം നോക്കുക. 835 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ ഗുരുതര സ്വഭാവത്തിലുള്ള 103 കേസുകളുണ്ട്. എന്താണ് നോൺ ഗുരുതരം ആയിട്ടുള്ള ഗുരുതര സ്വഭാവമുള്ള കേസ് ആയിരിക്കാം, നമുക്കറിയില്ല. ഗുരുതര സ്വഭാവത്തിലുള്ള 103 കേസുകളുണ്ട്. ഗുരുതരമല്ലാത്ത 732 കേസുകളുണ്ട്. അപ്പോൾ ഇവരുടെ പോളിസി എന്താണ്? ഗുരുതര സ്വഭാവത്തിലുള്ളതല്ലാത്ത കേസുകൾ പിൻവലിക്കാം എന്നാണല്ലോ പാർട്ടിയുടെ നയമായിട്ട് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയെയും പല ഘട്ടത്തിൽ വിശദീകരിച്ചത്. അപ്പോൾ ഇത് 2023 ഓഗസ്റ്റിൽ കൊടുത്ത കണക്കാണ്. ഓഗസ്റ്റ് 8 കൊടുത്ത കണക്കാണ്. 732 നോൺ ഗുരുതര കേസുകളിൽ ഈ 2023 ഓഗസ്റ്റ് 8 മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്ക് പ്രകാരം 63 കേസുകൾ മാത്രമാണ് നിരാക്ഷേപ പത്രം കൊടുത്തിരിക്കുന്നത്. ഇത് പിൻവലിക്കാനുള്ള നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇത് എത്ര? 732 കേസുകളിൽ 63 കേസുകളിൽ പിൻവലിക്കാനുള്ള നിരാക്ഷേപ പത്രം കൊടുത്തു. ഇതേ മുഖ്യമന്ത്രിയാണ് ഇന്നലെ വന്നിട്ട് പത്രസമ്മേളനത്തിൽ പറയുന്നത് കേസുകളൊന്നുമില്ല, കേസുകളെല്ലാം ഇല്ലാതായിപ്പോയി എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹം പച്ചക്കള്ളം പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുൻനിർത്തി പച്ചക്കള്ളം പറയുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നോട്ട് തയ്യാറാക്കി കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്ത് തന്നെയാലും ഈ പറഞ്ഞത് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ല. ഇതേ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നണിയിൽപ്പെട്ട PT റഹീം അദ്ദേഹം കൊടുത്ത ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് 573 കേസുകൾ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാർജ് ഷീറ്റ് 573 കേസുകൾ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇത് കേസുകൾ പിൻവലിക്കുക എന്നുള്ളത് ഡയലോഗ് അടിക്കുക എന്നുള്ളതല്ലാതെ ആ നിലയിൽ ഒന്നുമേ ചെയ്തിട്ടില്ല. ഒന്നുമേ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നുമേ ചെയ്യാൻ സാധിക്കില്ല. കാരണം ആഭ്യന്തര വകുപ്പ് കേരളം LDF ആണ് ഭരിക്കുന്നത്, സാങ്കേതികമായി മാത്രമാണ് ശരിയാണ്. ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ്റെ കയ്യിലല്ല എന്നുള്ളത് ഒരു സത്യമാണ്, ആവർത്തിച്ച് പറയേണ്ട സത്യമാണ്. അത് പോലീസിൻ്റെതായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് CAA ചട്ടങ്ങൾ നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ വലിയ സമരം ഉണ്ടായല്ലോ. അതിനോട് സ്വീകരിച്ച സമീപനം എന്താണ്? അതിനോട് കേസെടുത്തു. വഴി തടസ്സപ്പെടുത്തിയതിനൊക്കെ പലയിടത്തും കേസെടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമാണെന്ന് വിചാരിക്കുക. കോഴിക്കോട് എന്താ സംഭവിച്ചത്? കോഴിക്കോട് VT ബൽറാം രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി, അതിനെതിരെ കേസെടുക്കുന്നു, വഴി തടസ്സപ്പെടുത്തി മറ്റേതിനൊക്കെ. പക്ഷെ ഈ ഒന്നാമത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത ഇതിൽ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മൊത്തം കേസുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ 600-നടുത്ത് 569 എൻ്റെ ഓർമ്മ, 550-600 ഇടയിലുള്ള കേസുകൾ, മൊത്തം 835 കേസുകൾ, 600-നടുത്ത് കേസുകൾ ഇവിടെയാണ്, കോഴിക്കോട് ജില്ലയിലാണ്. അതും നമ്മൾ ശ്രദ്ധിക്കണം. കോഴിക്കോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയധികം കേസുകൾ വരുന്നത്? ഈ മറുപടിയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പരിപാടിയിൽ സംഘടിപ്പിച്ച സംഘടനകളുടെ കേസെടുത്ത സംഘടനകളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. അതിൽ കൂടുതലും മുസ്ലിം സംഘടനകളാണ്. ഇതുകൂടാതെ മുസ്ലിം സാമുദായിക സംഘടനകൾ വേറെയും പറയുന്നുണ്ട്. ഈ കോഴിക്കോട്ട് ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകർ ആകാശവാണിയിലേക്ക് മാർച്ച് നടത്തുന്നു. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ലാത്തി ചാർജ് നടക്കുന്നു. അവിടെ അതിന് നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ പിറകിൽ നിന്ന് വന്ന് അടിക്കുന്നു. മാരകമായി മുറിവേറ്റ പ്രവർത്തകരുണ്ട്, പെൺകുട്ടികൾ വരെ അടിയേൽക്കുന്നുണ്ട്. എന്നിട്ട് അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുന്നത്. ഇത്രയും പഞ്ച് ഡയലോഗ് അടിച്ച മുഖ്യമന്ത്രി, കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് കോഴിക്കോട്ട് ഈ പണിയെടുക്കുന്നത്. അപ്പോൾ ഇത് ആത്മാർത്ഥതയില്ലാത്ത വർത്താനാണ്. കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ ഒരു ചുക്കും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പിണറായി വിജയന് സാധ്യമല്ല. ഞാൻ അശക്തനാണ്. എൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ദുർബലനായ ആഭ്യന്തര മന്ത്രിയാണ് ഞാൻ
എന്ന് പിണറായി വിജയൻ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സി എയിൽ ആരാണ് കള്ളം പറയുന്നതെന്നാണ് ചോദ്യം. സി എയിൽ ആര് കള്ളം പറയുന്നു എന്നുള്ളതല്ല പ്രശ്നം. സി എ എന്ന് പറഞ്ഞൊരു കോമൺ ഇഷ്യൂ ആണല്ലോ. നമ്മൾ സംസ്ഥാന അസംബ്ലി ഐകകണ്ഠ്യേന ഒരു പ്രമേയം പാസ്സാക്കിയതാണ് സി എക്കെതിരെ. അപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരള നിയമസഭ സി എ ഒപ്പോസ് ചെയ്യുന്നു. കേരളത്തിൻ്റെ പൊതുമണ്ഡലം എടുത്താൽ ബി ജെ പി ഒഴികെ ബാക്കി എല്ലാവരും സി എ എന്ന് പറയുന്ന നിയമത്തിനെതിരാണ്. പൗരത്വ നിയമങ്ങൾക്കെതിരെ ഇവിടെ യോജിച്ച പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു സംസ്ഥാനം എന്ന നിലയിൽ തമിഴ്നാടിനെ പോലെ തന്നെ കേരളവും യോജിച്ച് നിന്നുകൊണ്ട് ഈ നിയമത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രശ്നം എന്താണ്? ഈ പ്രക്ഷോഭം നടത്തിയവർക്കെതിരെ കേസെടുക്കുന്നു. ഈ കേസ് നീതീകരിക്കാൻ പാടില്ലാത്തതാണ്. അനുവാദികമല്ലാത്ത രീതിയിൽ ആളുകൾക്കെതിരെ ജാമ്യമില്ലാ പ്രകാരം പോലും കേസെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കേസുകൾ പിൻവലിക്കും എന്ന് പ്രഖ്യാപിച്ച ഒരു സർക്കാർ, ആ സർക്കാരിന് അത് പിൻവലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ പ്രശ്നം എവിടെയാണ്? പ്രശ്നം ആഭ്യന്തരമന്ത്രിയുടെയാണ് പ്രശ്നം. നമ്മൾ മുമ്പ് പലവട്ടോടെ ചർച്ച ചെയ്തതാണ്. അന്യൻ സിനിമയിലെ വിക്രത്തിൻ്റെ അവസ്ഥയിലാണ്. ഒരു വശത്ത് തമ്പിയാവുന്നു, മറുവശത്ത് റമോയാവുന്നു മുഖ്യമന്ത്രി, അല്ലേ? നമുക്കിപ്പോൾ ഫലസ്തീൻ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ എന്ത് നല്ല സ്റ്റാൻഡാണ്, CPM-ൻ്റെ എന്ത് മികച്ച സ്റ്റാൻഡാണ്, അല്ലേ? തീർച്ചയായും. അതായത് ഇസ്രായേൽ ഹമാസ് സംഘർഷം നിൽക്കുമ്പോൾ M സ്വരാജിനെ പോലെ ഒരു CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നു. അതുവരെ ഉണ്ടായിരുന്ന അവ്യക്തതകൾ മറന്നു. ഇപ്പോൾ CPM പ്രവർത്തകർക്ക് പോലും ആ വിഷയത്തിൽ എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തത് സ്വരാജാണ്. സ്വരാജിൻ്റെ ആ ഒരു പോസ്റ്റോട് കൂടി അവരെന്ത് ചെയ്താലും അവർ നിരപരാധികളാണ്. നമ്മുടെ ഇതിൽ പറയുന്നത് പോലെ ജയമോഹൻ്റെ നൂർസിംഹാസനത്തിലെ ഡയലോഗാണത്. അവരിനി എന്ത് ചെയ്താൽ തന്നെയും, ഒരു നായാടി എന്ത് ചെയ്താലും അയാൾ നിരപരാധിയാണെന്ന് പറയും പോലെ ഹമാസ് ഫലസ്തീനുകൾ എന്ത് ചെയ്താലും അവർ നിരപരാധികളാണ്, കാരണം അവർ അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരൊറ്റ ഡയലോഗിലൂടെ അതിൻ്റെ മൊത്തം സീൻ മാറി. എന്താണെന്നുള്ളത് കൃത്യമായൊരു നിലപാട് പറഞ്ഞു. ഇപ്പോൾ ഫലസ്തീൻ വിഷയത്തിലാവട്ടെ, ബാബരി മസ്ജിദ് വിഷയത്തിലാകട്ടെ, രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തിലാകട്ടെ, CPM എടുക്കുന്ന സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് പോലും നോക്കാതെ, ഉദാഹരണം പറയാം, ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ അതിൽ കേരളത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, തീർച്ചയായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ആ ഒരു നിലപാടെടുക്കുന്നതിലൂടെ CPM-ന് എന്തെല്ലാം ഡാമേജ് ഉണ്ടാകും, അല്ലേ? അവർ ഹമാസിനോടൊപ്പം നിന്നു, അവർ തീവ്രവാദികളോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ സൈബർ ഹാൻഡിലുകളൊക്കെ അവർക്കെതിരെ വിദ്വേഷ പ്രചരണം CPM അതിനെതിരെ അർത്ഥത്തിൽ വിദ്വേഷ പ്രചരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ബാബരി മസ്ജിദിൽ ഒരു സ്റ്റാൻഡ് എടുത്തു, രാമക്ഷേത്ര വിഷയത്തിൽ സ്റ്റാൻഡ് എടുത്തു. CPM-നെതിരെ വിദ്വേഷ പ്രചരണം നടക്കും. CPM-ൽ പിണറായി വിജയനെ മാത്രമല്ല പറയാം, പിണറായി വിജയൻ്റെ മരുമോൻ പറഞ്ഞു കൊടുത്തിട്ടാണ് CPM ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ വാട്സപ്പ് പ്രചാരണം നടക്കുന്ന കാലമാണ്. അപ്പോൾ തങ്ങൾക്കുണ്ടാകുന്ന രാഷ്ട്രീയമായ തിരിച്ചടികളെ പോലും വകവയ്ക്കാതെ മികച്ച നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ, അതിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല എന്നത് അത് പിണറായി വിജയൻ്റെ മാത്രം കുറ്റമായി ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പോലീസ് എങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നു നമുക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു ഇരയാണ് ഇരിക്കുന്നത്. ആ ഉമ്മൻചാണ്ടിയുടെ പോലീസിൻ്റെ ഇരയാണ് അന്നത്തെ TP സെൻകുമാറായിരുന്നു, അന്നത്തെ ഇൻ്റലിജൻസ് DGP, ഇൻ്റലിജൻസ് ADGP ആയിരുന്നു അന്ന് TP സെൻകുമാറിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു കെട്ടിടം വാടകയ്ക്കിട്ട് ഇരുന്നിട്ടാണ് ഈ കേരളത്തിലുള്ള പ്രമുഖരായ ആക്ടിവിസ്റ്റുകളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഇമെയിലും ഫോണും ചോർത്തിക്കൊണ്ടിരുന്നു. അതിന് പ്രത്യേകമായ ഫണ്ട് ഉണ്ടായിരുന്നു. ആ വിവരം പുറത്തുവിട്ട പോലീസുകാരനെ പിരിച്ചുവിടുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. പ്രവീൺ തൊഗാഡിയ കോഴിക്കോട് നടത്തിയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ കേസെടുത്തിട്ട് ആ കേസ് പിൻവലിച്ചതാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. അപ്പോൾ ഈ പോലീസ് ഇങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും പെരുമാറുന്നത്. പക്ഷേ ആ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം, അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ കൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മൾ ആ ഡയലോഗ് അടിക്കാൻ പോകരുത്. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഡയലോഗ് അടിക്കരുത്, കാരണം നമുക്കിത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ കാര്യം പറയരുത്. ഇവിടുത്തെ പ്രശ്നം നമ്മുടെ പോലീസ് വലിയ തോതിൽ RSS വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അത് ആര് ഭരിച്ചാലും ആര് നിയന്ത്രിച്ചാലും ആ പോലീസിൻ്റെ നയങ്ങളെ, പോലീസ് സ്വീകരിക്കുന്ന നയ നിലപാട്, ഇപ്പോൾ ആകാശവാണിയിലേക്ക് മാർച്ച് ചെയ്തവരെ, സമാധാനപരമായിട്ട് പ്രകടനം നടത്തിയവരെ അറ്റാക്ക് ചെയ്യുകയാണ്. ഒരു പ്രശ്നമില്ലാട്ടുന്നിടത്ത് ഒരു ACP എന്നിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. അത് ആരെടുക്കുന്ന തീരുമാനമാണ്? അത് പോലീസിലെ ഒരു വിഭാഗം എടുക്കുന്ന തീരുമാനമാണ്. പോലീസിലെ ഒരു വിഭാഗം RSS ആണെന്ന് പറഞ്ഞത് ഞാനോ നമ്മളൊന്നുമല്ല, ആനി രാജയാണ് പറഞ്ഞത്, CPI നേതാവ്. പോലീസിൻ്റെ ഒരു വിഭാഗം RSS ആണ് എന്ന് LDF-ലെ പ്രമുഖ ഘടകകക്ഷിയുടെ ദേശീയ നേതാവാണ് പറഞ്ഞത്. അത് ആർക്കും അറിയാത്ത കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ 35 ലക്ഷം വോട്ട് BJP കിട്ടുന്ന ഒരു സംസ്ഥാനത്ത് പോലീസ് സേനയിലെ ഒരു വിഭാഗം RSS-കാരായിരിക്കും. പക്ഷേ അവർ കാര്യങ്ങൾ തീരുമാനിക്കുകയും അവർ പോളിസി ഡിസൈഡ് ചെയ്യുകയും പോലീസ് അതനുസരിച്ച് പ്രവർത്തിക്കുകയും അവരെഴുതി കൊടുക്കുന്നത് വായിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടാവുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ദുരന്തമാണ്. ആ ദുരന്തം ആദ്യം തിരിച്ചറിയേണ്ടത് CPM-ഉം CPM-ൻ്റെ പ്രവർത്തകരുമാണ്. അവർക്കാണ് ഇത് തിരുത്താൻ പറ്റുള്ളൂ, അവർക്കാണ് സർക്കാരിനോട് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. അല്ലാത്തവർത്തോളം ഇങ്ങനെ പൊതുജനങ്ങളും മാധ്യമങ്ങളും ഇത് പറഞ്ഞത് തന്നെ ഒരുപക്ഷെ നമ്മുടെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടുള്ള ഒന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പായിരിക്കും.
അത് തിരുത്താൻ കഴിയുന്നത് ആ പാർട്ടിക്ക് മാത്രമാണ്.